വരെ കാണും. ഇതിൻ്റെ അടിയിലത്തെ പെരിച്ചാലിൻ്റെ വർഷങ്ങളായി കെട്ടിയതിനകത്ത് പെരിച്ചാലി മാളം അങ്ങ് അറ്റമല ഉണ്ടാക്കിയിരുന്നു. പൊളിക്കുന്ന ഒരു തളത്തിൽ പൊക്കോട്ടിരിക്കും. നമ്മളെന്തായാലും ഇവിടുത്തെ ദൗത്യം ഇവിടുത്തെ ചെറുപ്പക്കാർ വീടിൻ്റെ ഓണറും ഇവിടുത്തെ 2 ചെറുപ്പക്കാർ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്ക് അവർ പാറ പൊളിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പാറ പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പാമ്പ് കയറിയതിൻ്റെ കുറച്ച് ദൂരത്തിലേക്ക് മാറ്റി ഒരു ഇടയുണ്ടാക്കി അവിടെ നിന്ന് കുറച്ച് പൊളിച്ച് ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പാമ്പ് കയറിയ സ്ഥലം ഇങ്ങോട്ട് പൊളിക്കുന്നു. കാരണം മേളത്തെ അങ്ങനെ വെച്ചോ കേട്ടോ. മേളത്തെ അതെ അത് ഇപ്പം അങ്ങനെ ഇരിക്കണം കേട്ടോ. അല്ല കാണാൻ പറ്റും കാണാൻ പറ്റും മാത്രമേ അല്ലെങ്കിൽ അതെല്ലാം കൂടി പോകും. ചെറുപ്പക്കാർ ഒരു മുൻകൈ എടുത്തിട്ടുണ്ട്. കാരണം അവരുടെ വീടാണ് അടുത്ത്, ബാക്കിയുള്ളവരൊക്കെ കാണികൾ മാത്രമാണ്. എവിടെ പോയാലും നമ്മളുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരാവശ്യം വരുമ്പോഴത്തേക്ക് ആരും സഹകരിക്കാറില്ല. അത് സ്വാഭാവികമാണ്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അത്യാവശ്യമുള്ളവർ ആ വീടിൻ്റെ അടുത്തെങ്ങനെ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ കൂടാറുള്ളൂ. പക്ഷേ അതേസമയം ഇത് പിടിച്ചു കഴിയുമ്പോൾ മൊബൈലുമായിട്ട് എല്ലാവരും അടുത്തുണ്ടാവും. അതിനാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടുകാർ നമ്മളെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാവശ്യം വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വലിയ സുഹൃത്തുക്കളെന്നോ സഹോദരങ്ങളെന്നോ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യം വാക്കുകൊണ്ട് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. കാരണം ഞാൻ തിരുവനന്തപുരം ശ്രീകാര്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യം വന്നിട്ട് ഇത് മടിച്ചിട്ടും ഞാൻ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വെള്ളം എടുക്കുന്ന ഒരു ചെറിയ രാത്രിയൊക്കെ ഇറങ്ങി വെള്ളം കുളിക്കാനൊക്കെ വേണ്ടി അവർ ഉപയോഗിക്കുന്ന സ്ഥലം അവിടെ ഇങ്ങനെ വളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു അപകടം നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ളൊരു മനസ്സുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംരംഭം. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട്, ഇതിൽ തോട്ടിലൊന്നും പോയി നമ്മളൊരിക്കലും മതിൽ പൊളിക്കാറില്ല. കാരണം ഇത് എഴിഞ്ഞങ്ങ് പോകും. തോടാണ്, സർക്കാരിൻ്റെ സ്ഥലമാണ്. അതുപോലെ പാമ്പുകൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് ഈ തോട്ട് വെക്കൊക്കെ. അപ്പോൾ അതങ്ങ് കഴിഞ്ഞ് പൊക്കോളും. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിനെ സംരക്ഷിക്കാനായി DR അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പാമ്പുകളെയും കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും അപ്പോൾ എന്തായാലും ആ വീടിൻ്റെ ഓണർക്ക് രാത്രി എടുത്ത് മനസ്സമ്മേടെ കിടന്നുറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നല്ല മുൻകൈ എടുത്ത് എന്തൊന്നാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഇടിച്ചു. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8-10 അടിയോളം നീളത്തിൽ നമ്മൾ ഇടിച്ചു. അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ കുറച്ചുകൂടി പാമ്പ് കടന്നു പോയി എന്ന് പറയുന്ന സ്ഥലം നമ്മളായിട്ടേ ഉള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിൽ എവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തിനെ കാണാം. എൻ്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കടന്നു പോകാതില്ല, അകത്തോട്ട് മാളം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇടിച്ച് മാളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ആറ്റിങ്ങിൽ ഒരു മതിൽ പൊളിച്ച്, വലിയൊരു മതിൽ നമ്മൾ ഏകദേശം ഒരു 50 മീറ്ററോളം പൊളിച്ചിട്ട് പോലും നമുക്ക് പാമ്പിനെ കിട്ടിയിട്ടില്ല. നമ്മൾ ആ ദൗത്യം പാമ്പിനെ ആദ്യം നമ്മൾ കണ്ടതാണ് പാറക്കെട്ടിനകത്ത്. പക്ഷേ ആ പാറ പൊളിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ആ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരും. ഇതൊരു പരിധിയുണ്ട് നമുക്ക് മതിൽ പൊളിക്കാൻ. അപ്പോൾ നമ്മളെന്തായാലും കുറച്ചുകൂടി നമ്മൾ പാമ്പിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്തായാലും കുറച്ചുകൂടി ഒന്ന് ഇവിടെ സഹായത്തോടെ നമുക്കൊന്ന് കുറച്ച് കരുതുന്നുണ്ട്.
എന്തായാലും നമ്മുടെ ദൗത്യം അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. കാരണം പാറക്കെട്ടിനകത്ത് കയറ്റി ഇവർ പറഞ്ഞു കേട്ടപ്പോൾ വലിയ സൈസിനെ ഞാൻ വിചാരിച്ചു ഒരു എൻ്റെ കൈയുടെ തണ്ടയുടെ കനമുള്ളൊരു പാമ്പായിരിക്കും ഒരു പാമ്പ്. ഇത് കുഞ്ഞു പാമ്പ്. നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ ഷേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട് മുറുക്കൻ പാമ്പുകളെ. നല്ല സൈസുള്ള, അതായത് എൻ്റെ കൈയുടെ മസിലിൻ്റെ കനമുള്ള പാമ്പുകളെയൊക്കെ നമ്മൾ പ്രേക്ഷകർ 15-16 വയസ്സുള്ള പാമ്പുകളെ, മുറുക്കൻ പാമ്പുകളെ നമ്മൾ പ്രേക്ഷകർ കണ്ടു. പക്ഷേ ഇത് ഒരു 4 വയസ്സിനടുത്ത് മാത്രം 4 വയസ്സോളം മാത്രം പ്രായം വരുന്ന ഒരു ഫീമെയിൽ പെൺ മൂർഖൻ പാമ്പാണ്. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ സ്ഥിരം വരുന്നതായിരിക്കും. കാരണം ഇത് സ്ഥിരം വരുന്നതെന്ന് പറയാൻ കാരണം ഇവർക്ക് ഭക്ഷണം ഇവിടെ ധാരാളം എലി ഉണ്ട്. ഈ നമ്മൾ പൊളിച്ച സ്ഥലത്തെല്ലാം പാറക്കെട്ടിനകത്തൊക്കെ എലിയുടെ മാളങ്ങളാണ്. എലി മാളം അകത്തേക്ക് ഇങ്ങനെ തിരിച്ചിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ധാരാളം എലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എലിയെ പിടിക്കാൻ സ്ഥിരം വരുന്നത്, ഇവർ കാണാത്തതുകൊണ്ടാണ് സ്ഥിരം വരുന്നൊരു അതിഥിയാണ്. കാരണം എല്ലാ മാളങ്ങളും അദ്ദേഹത്തിന് നല്ല പരിചിതമാണ്. പരിചിതമാണെന്നുള്ളത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഒരു മാളത്തിലും ഒരു എലി പോലും ഇല്ല. നമ്മൾ ഇത്രയും പൊളിക്കുമ്പോൾ സാറിന് ഒരു എലിയെങ്കിലും കാണും. ഈ പാമ്പിരുന്ന മാളത്തിൽ എലിയില്ല. അടുത്ത് നമ്മൾ അവിടെ ഒരു മാളം പൊളിച്ചപ്പോൾ അതിൽ എലിയില്ല. പക്ഷേ എല്ലാത്തിലും എലിയുടെ സാന്നിധ്യം, എലിയുടെ കൂട്, ചപ്പ് ചവറൊക്കെ വെച്ച് കൂടുണ്ട്. പക്ഷേ അവിടെയൊന്നും എലിയെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ഇവിടെ സാധ്യമായിട്ട് വരുന്നതല്ല. ഇതിന് മുന്നേ വരുന്നുള്ള ആൾ തന്നെയാണ്. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഫീമെയിൽ സ്പെക്ടിക്കിൾഡ് കോബ്ര അഥവാ നാജ എന്നറിയപ്പെടുന്ന മൂർഖൻ തന്നെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ അവിടെ അമ്മ പറയുന്നത് പില്ലാനി മൂർഖൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയൊന്നുമല്ല, ഈ സാധാ മൂർഖൻ സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന മൂർഖൻ തന്നെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം നമ്മൾ ഇത്തിരി ഇടിച്ചെടുത്തുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ടെൻഡൻസി, കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കുതിച്ച് കടിക്കുക എന്നുള്ളൊരു പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ നോട്ടം കണ്ടിട്ട്, നോട്ടം അങ്ങനെയോ മുകളിൽ ഇങ്ങനെ ചാടിക്കടിക്കുക എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു കടി കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വലത്തേക്കടെ തണ്ടയിൽ ഈ റിസ്റ്റിൽ ഇങ്ങനെ ഏറ്റാണ്. കാരണം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ താഴേക്ക് കിടന്ന വാലിൻ്റെ തുമ്പിൽ പിടിച്ചുകൊണ്ടിരുന്നപ്പം ജസ്റ്റ് ആരോ മദ്യപിച്ച് നിന്ന ഒരാൾ എന്തോ മോശമായ കമൻസ് പറഞ്ഞതിന് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിനെ തിരിഞ്ഞ് നോക്കിയുള്ള പാമ്പ് ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ ഞാൻ തിരിഞ്ഞത് അദ്ദേഹം കൃത്യമായിട്ട് അറിയുകയും അദ്ദേഹം തിരിഞ്ഞ് കടിക്കുകയും ചെയ്തതാണ് ഈ കൈയുടെ ഈ റിസ്റ്റിങ് കൊണ്ട് ഈ കുഴയും കൊണ്ട് മടങ്ങാത്തത്. പെട്ടെന്ന് ജസ്റ്റ് വരുന്നു, അത് ഇങ്ങനെ പെട്ടെന്ന് ചാടി പിടിക്കുക. അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ അതേപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷണം കാണുന്നത്. പെട്ടെന്ന് ഇങ്ങനെ മലർന്നിരിക്കുന്നു. അപ്പോൾ ചാടി കടിക്കും. ഇപ്പോൾ എൻ്റെ ചുണ്ടനങ്ങുന്നുണ്ട്, ഈ അനക്കത്തിലേക്ക് വേണമെങ്കിൽ അദ്ദേഹം ചാടി പിടിക്കാം. ഈ കയ്യിലേക്ക്, എൻ്റെ ചുണ്ടിലേക്ക്, അല്ല എൻ്റെ മുഖത്തേക്ക്. ഇതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ മൂർഖൻ പാമ്പിനെ നമ്മൾ പിടികൂടി. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇത് നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പരാതി നമുക്ക് വരുന്നുണ്ട്. കാരണം എന്തിനാ പാടത്തും പറമ്പിലുമൊക്കെ പോയി പാമ്പിനെ പിടിക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിനടുത്തൊക്കെ ഒരുപാട് വീടുകൾ, കൊച്ചു വീടുകൾ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ സാന്നിധ്യം അവർക്ക് ഭയമായി മാറും. അതുകൊണ്ട് നിങ്ങൾ തെറ്റായി അതിനെ ചിത്രീകരിക്കാതിരിക്കുക. പാമ്പും നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു കാലം വരും, അത് വിദൂരമല്ല. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പാമ്പിനെ ഭയമില്ലാതെ നമ്മുടെ ഭാരതീയർ, നമ്മുടെ കേരളീയർ അതിനെ ഭയമില്ലാതെ കാണുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകും എന്നൊരു ശുഭവൃത്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ അതിഥിയെ, ഈ വീട്ടിൽ ഈ പാമ്പിനെ കണ്ട ചേട്ടനും നമ്മോടൊപ്പം ഈ മണ്ണ് പൊളിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവരും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അതിഥിയെ ജാറിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി യാത്ര ആരംഭിക്കും.